ആഫ്റ്റർ എ ലോങ് ടൈം നമ്മൾ ഒരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗീക്ക് ബോസിൽ നമ്മൾ പൊതുവേ വ്ളോഗൊക്കെ കുറെ കാലം കൊണ്ട് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ റീസെന്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ ഷോർട്ട് വീഡിയോസ് ആണ്. അപ്പം നിങ്ങളുടെ ടൈം എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ആസ്പെക്ട്സും നമ്മളിപ്പോൾ നടക്കുന്ന കുറച്ച് എന്താ പറയുക ഇമ്പാക്ട്സ്, നമ്മുടെ മാർക്കറ്റിൽ നടക്കുന്ന ഒരു മാർക്കറ്റ് ക്രാഷും കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ടാവും. പിന്നെ നമ്മുടെ PC ബിൽഡിന്റെ വിശേഷങ്ങൾ. അപ്പോൾ ഗൈസ്, വിതൗട്ട് വേസ്റ്റിംഗ് ടൈം, ദിസ് ഈസ് പ്രശാന്ത് ആബി ആൻഡ് യു വാച്ചിങ് ഗീക്ക് ബോസ് TV. അപ്പോൾ നമ്മൾ നേരെ ഗീക്ക് ബോസിൽ നിൽക്കുകയാണ്. ഇവിടെ കാണുമ്പോൾ തന്നെ കുറച്ചധികം മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാം. നമ്പർ 1 മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്നീക്കർ കുറച്ച് കാലമായി, പക്ഷേ ഈ സ്നീക്കർ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ വെച്ചിരിക്കുന്നതാണ്. മൈ പേഴ്സണൽ ഡ്രീം PC എന്നൊക്കെ പറയുന്ന പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന PC-യാണ്. അപ്പോൾ ഈ ഒരു ക്യാബിനറ്റ് ഉണ്ടല്ലേ, ഇത് കോർസെയറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 5400 എന്ന് പറയുന്നൊരു മോഡലാണ്. എൻ്റെ അമ്മ, ഇത് കൊള്ളാമല്ലോ. സൈഡിൽ കണ്ടോ, കർവ്ഡ് ഡിസ്പ്ലേ പോലെയാണ് വരുന്നത് കേട്ടോ, ഫ്രണ്ടിലും ഈ സൈഡിലും ഒക്കെ. അടിയിലും കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. ഇതെങ്ങനെ തുറക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, നോക്കട്ടെ, ഇതെങ്ങനെ ഓപ്പൺ ആക്കണേന്ന് നോക്കട്ടെ. ഓക്കെ, കണ്ടോ, ഒരു വെറൈറ്റി ഡിസൈനാണ്. നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന ഒരു ട്രഡീഷണൽ മോഡൽ പോലെ അല്ല. എനിക്ക് തോന്നുന്നു കുറച്ച് RGB ഫ്ലെയർസ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അത് ലെറ്റ് സി, അത് ഇങ്ങനെയൊക്കെ ഓപ്പൺ ആവും. ഒരു കാറിൻ്റെയൊക്കെ മെക്ലറിനൊക്കെ നമ്മൾ തുറക്കുന്ന പോലെയാണ് തോന്നുന്നത്. കണ്ടിട്ട് അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. ഒരു 14,000-15,000 രൂപയൊക്കെ റേഞ്ച് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ റേസർ ഗൈഗാൻഡസ്, ഇതൊരു കിടിലൻ മൗസ് പാഡ് കേട്ടോ. XL സീരീസിൽ വരുന്നതാണ്. 5,000-6,000 ആ റേഞ്ചിലോളം വില വരുന്ന ഒരു മൗസ് പാഡാണ്. അത് 3XL ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ മൗസ് പാഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ കോൺടാക്ട് us. ഇവിടെ കസ്റ്റമേഴ്സിൻ്റെ ബിൽഡ് ഉണ്ട്. ഇവിടെ സനു ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് അറിയാം, സ്റ്റോറിയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ കൂടുതൽ സ്റ്റോറീസിലും പുള്ളിയായിരിക്കും വരിക. അതേപോലെ അടുത്തൊരു ബിൽഡ് ഇവിടെ അമലിരുന്ന് എന്തോ ചെയ്യുന്നുണ്ട്. അമൽ എന്താണ് ചെയ്യുന്നത്? ഇത് നമ്മളൊരു ചെറിയൊരു വോയിസ് ടെസ്റ്റിംഗ് ആണ്. അപ്പം എല്ലാവർക്കും അറിയാം വിൻഡോസ് അത്ര സ്റ്റേബിൾ ഒന്നും അല്ല ഗെയിം കളിക്കുമ്പോൾ. അതെ, അപ്പം നമുക്ക് പിന്നെ അതായത് സ്റ്റേബിൾ ആയിട്ട് എങ്ങനെ ഗെയിം കളിക്കാം എന്നുള്ള ഒരു റിസർച്ച് ഇവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ഗീക്ക് ബോസിന്റെ R&D ഡെവലപ്മെന്റ്. അപ്പോൾ ടീം ഹെഡ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ. പുതിയ റിസർച്ചും കണ്ടുപിടുത്തങ്ങളൊക്കെ നമ്മൾ അവിടെ നടത്തുന്നുണ്ട്. അപ്പം അതേപോലെ തന്നെ ഈ PC നിങ്ങളിപ്പം കാണാം. നിങ്ങൾക്ക് ഇതൊരു കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ, ഒരു ഡാമേജ് വന്നൊരു കേസാണ്. ജെനുവിനായിട്ട് കാര്യം പറയുകയാണ്. നമ്മളിത് മാംഗ്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് നമ്മൾ കൊറിയർ അയച്ച PC-യാണ്. കേരളം വരെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേക്ക് ചെറിയ ഡാമേജ്, ക്യാബിനറ്റിൽ ചെറിയ ഡാമേജ് ആയിട്ടുണ്ട്. ക്യാബിനറ്റിലുള്ള ഡാമേജ് ആയിരുന്നു. ആ ഒരു ക്യാബിനറ്റ് അപ്പോൾ നമ്മൾ തിരിച്ചെടുത്ത് പുതിയ ബ്രാൻഡ് ന്യൂ ക്യാബിനറ്റിലോട്ട് നമ്മളിതാ റീഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഡാമേജ് ക്യാബിനറ്റ് അല്ല നമ്മൾ ക്ലയൻറ്റിന് കൊടുക്കുന്നത്, നമ്മൾ പുതിയ ബ്രാൻഡ് ന്യൂ ക്യാബിനറ്റ്. അപ്പോൾ ഇതേപോലത്തെ ബിൽഡുകൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് പോലും നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു പേടിയും വേണ്ട കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് PC വരുമ്പോൾ കൊറിയർ ഡാമേജോ കൊറിയർ ടീമിൻ്റെയൊക്കെ പ്രശ്നം കാരണം വരികയാണെന്നുണ്ടെങ്കിലും യു ഡോണ്ട് ഹാവ് ടു വറി, ഗീക്ക് ബോസ് ടീം വിൽ ബി ഹെൽപ്പിംഗ് യു. അതേപോലെ തന്നെ ഈ ഒരു ബിൽഡ് നമ്മുടെ ഒരു എപ്പിക് ആയിട്ടുള്ളൊരു ബിൽഡാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അജിത്തെ, അപ്പം ഈ ബിൽഡ് ട്രിവാൻഡ്രത്തുള്ള ക്ലയൻറ്റ് അല്ലേ? അപ്പോൾ എത്ര രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്? ഓവറോൾ എനിക്ക് തോന്നുന്നു 2 ലക്ഷം രൂപയോളം വില വരുന്ന ഒരു PC-യാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്താ ഈ എച്ചിങ് ഒക്കെ ഇരിക്കുന്നതെന്നല്ലേ? ഈ ഒരു എച്ചിങ്ങിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, കോൾ ഓഫ് ഡ്യൂട്ടി സ്പെഷ്യൽ എഡിഷൻ കോർസെയറിൻ്റെ ഒരു ക്യാബിനറ്റാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സൈഡ് ഗ്ലാസ് ഒക്കെ വരും. ഗ്ലാസ്സിലൊക്കെ ഒരു ഡിസൈനൊക്കെ ഉണ്ട്. ഞാനത് വീഡിയോയിൽ കാണിച്ചു തരാം. ഈ ഒരു PC-യുടെ സ്പെക്കും കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസസ്സർ AMD-യുടെ Ryzen 7 9800X 3D ആണ്. അറിയാമല്ലോ, ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള ഒരു പ്രൊസസ്സർ തന്നെയാണ്. ഗെയിമിംഗ്, കോണ്ടന്റ് ക്രിയേറ്ററിനൊക്കെ പറ്റിയ പ്രൊസസ്സറാണ്. മദർ ബോർഡ് ചോയ്സ് B850 ഗെയിമിംഗ് പ്രോ Wi-Fi 6 ആണ്. നല്ല കിഡിലൻ ബോർഡാണ്. നിങ്ങൾക്ക് ഒരു ഹയർ എൻഡ് സീരീസിലുള്ള 9950X 3D ഉപയോഗിച്ചാലും ഈ ഒരു ബോർഡിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ അതേപോലെ തന്നെ RAM ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 16 GB ലാൻസർ RGB 6000 MHz ആണ്. നിങ്ങൾക്ക് കാണാം 6000 MHz DDR5 ഡുവൽ സ്റ്റിക്കർ വെച്ചിരിക്കുന്നത്. 1 TB S70 ബ്ലേഡ് SSD വെച്ചിട്ടുണ്ട്. സോഡാക്കിൻ്റെ RTX 5070 സോളിഡ് ഓസി 12 GB GDDR7 ഗ്രാഫിക്സ് കാർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കോർസെയറിൻ്റെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കൂളറാണ് കോർസെയർ നോട്ടിലസ് 360 RS എന്ന് പറയുന്ന ഒരു മോഡലാണ്. അതേപോലെ തന്നെ PL750 ആണ് ഇതിനെ ഫുൾ പവർ ചെയ്യുന്നത്, PSU. അതേപോലെ ക്യാബിനറ്റ് നമ്മൾ നേരത്തെ നമ്മുടെ അജിത്ത് പറഞ്ഞ പോലെ 3500X കോൾ ഓഫ് ഡ്യൂട്ടി ബ്ലാക്ക് ഓപ്സ് 6 എഡിഷൻ ആണ്. പിന്നെ ഫാൻ കിറ്റ് നമ്മൾ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആൻറ്റി സ്പോർട്സിൻ്റെ സ്കൈ ഫ്ലോ കിറ്റാണ് 120 mm.
അതേപോലെ ഒരു മോണിറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു അറൗണ്ട് ഒരു 2 lakh റേഞ്ചിനുള്ള ഒരു മുതലാണ് നമ്മൾ ഈ കാണുന്നത്. നിങ്ങൾക്ക് ഇതേ റേഞ്ചിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 1.5 ലക്ഷം രൂപയൊക്കെയാണ് ബഡ്ജറ്റ് എങ്കിൽ 9700X ഒക്കെ വെച്ചുവാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയും കൂടിയ ബോർഡ് ആവില്ല. നിങ്ങൾക്ക് ഒരു B650 റേഞ്ച് ബോർഡൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1,50,000 ഇതുപോലത്തെ ഒരു 5070 ബിൽഡൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ് എങ്ങനെയുണ്ട് PC? ഉണ്ട്. എനിക്ക് അതിൻ്റെ സൈഡ് ഗ്ലാസ്, നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡ് ഗ്ലാസ് എക്സ്ക്ലൂസീവ് ഒരു ലുക്കും കൂടെ ഞാൻ കാണിച്ചു തരാം. കാരണം ഇതുപോലത്തെ ബിൽഡുകളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഫുൾ ഒരു എസ്തെറ്റിക് ലുക്സ് നമുക്ക് കിട്ടണമല്ലോ. അപ്പം ഇതുപോലത്തെ ബിൽഡ് സത്യം പറഞ്ഞാൽ കോർസെയറൊക്കെ ഇത് കുറച്ച് കാലത്തിന് മുമ്പേ കൊണ്ടുവരേണ്ടതായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അവർ കുറച്ച് ലേറ്റായി. പക്ഷേ ഇറ്റ്സ് ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ ബ്രാൻഡെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ട്. വേറെ ഒരു ബ്രാൻഡ് ഇതുപോലത്തെ ഡിസൈൻ, ഇങ്ങനത്തെ ഒരു കസ്റ്റമൈസ്ഡ് ലിമിറ്റഡ് എഡിഷൻ സാധനങ്ങൾ കൊണ്ടുവരാറില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ സൈഡിൽ ഗ്ലാസ് കവറിങ് തിളക്കുകയാണ്. നമുക്ക് പറയാം ഫീലിംഗ് എന്ന് പറയുന്ന ഒരു വേറൊരു ലെവൽ ഒരു എഫക്റ്റാണ്. ആ ഗ്ലാസ് തന്നെ ലുക്ക് കണ്ടില്ലേ, അതുണ്ടോ? ആ ഒരു ലുക്ക് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കാൾ ഓഫ് ഡ്യൂട്ടി ഇൻസ്പയർഡ് ആയിട്ടുള്ള വേർഷനാണ്. കോർസെയർ കാൾ ഓഫ് ഡ്യൂട്ടി ബ്ലാക്ക് ഓപ്സ് 6 എന്ന് പറയുന്ന ഒരു ബ്രാൻഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് അതിൽ വരുന്നത്. അതായത് നോർമൽ ക്യാബിനറ്റിന് അവർ ഈ ഒരു തീം വൈസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു എസ്തെറ്റിക്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു PC-നെ പറ്റിയുള്ള വിശേഷം. അതേപോലെ ഈ ഒരു ക്യാബിനറ്റ് ഇതേപോലത്തെ കുറച്ച് എപ്പിക് ബിൽഡുകൾ നിങ്ങൾക്ക് ഇതുപോലെ വിനൈൽ സ്റ്റിക്കറിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഡിസൈൻ ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയാണ്, ക്വാളിറ്റിയിലൊന്നും കോംപ്രമൈസ് അല്ല. സാലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗെയിം കാൾ ഓഫ് ഡ്യൂട്ടി കളിച്ച ആൾക്കാർക്ക് സാലി ആരാണെന്നൊക്കെ അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു ഡിസൈൻ കണ്ടോ കോർസെയറിൻ്റെ, നല്ല എയർ ഫ്ലോയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിതൊരു ടെസ്റ്റ് എന്നുള്ള രീതിയിൽ കോർസെയറിൻ്റെ ക്യാബിനറ്റ്സ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ കോർസെയർ എന്ന് പറയുന്നത് അറിയാമല്ലോ, കുറച്ച് പ്രീമിയം റേഞ്ച് ക്യാബിനറ്റ്സ് വരുന്നുണ്ട്. അതിലുപരി വെറൈറ്റി ക്യാബിനറ്റ്സ് കോർസെയറിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെറൈറ്റി ക്യാബിനറ്റ്സിൽ ഒന്നാണ് നമ്മളവിടെ കണ്ട 5400. അതേപോലെ തന്നെ ഒരു ഡിഫറെൻറ്റ് ആയിട്ടുള്ളൊരു മോഡലാണ് നമ്മുടെ ഈ ഒരു മോഡൽ. അതേപോലെ തന്നെ ആദ്യം ഇവിടെ നിന്നിട്ട് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മാംഗ്ലൂരിലോട്ട് കൊണ്ടുവന്ന PC-ആണ്. അപ്പോൾ നമ്മൾ ഫുള്ളി റീബിൽഡ് ചെയ്താണ് നമുക്ക് പുള്ളിക്കാരന് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമുക്കിത് അവിടെ ബെയിൽ നോക്കുകയാണെങ്കിൽ ഹരി ഇന്ന് ലീവാണ്. പക്ഷേ ആദർശ് ഇവിടെ ഉണ്ട്. ആദർശ് എന്താണ് സർവീസാണ് ചെയ്യുന്നത്? ഓക്കെ, സർവീസാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സർവീസ് ബേയിൽ ഡെഫിനറ്റ്ലി സർവീസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതേപോലത്തെ കാര്യങ്ങൾ ഇവിടെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പുതിയ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ കുറേ കോമ്പണൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എസ്പെഷ്യലി നിങ്ങളൊരു PC, പുതിയൊരു ബ്രാൻഡ് ന്യൂ കൈൻഡ് ഓഫ് PC ഒക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കിട്ടിലൻ ബോർഡ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തരാം. വേറൊന്നുമല്ല, MSIയുടെ B850 ഗെയിമിംഗ് പ്രോ വൈഫൈ 6E. ഈ ഒരു ബോർഡ് നല്ലൊരു ഓപ്ഷനാണ്. കാരണം നിങ്ങൾക്ക് ഹയർ എൻഡ് ആയിട്ടുള്ള 9950X 3D പോലും നിങ്ങൾക്ക് ഈ ഒരു ബോർഡിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതേപോലെ തന്നെ ബഡ്ജറ്റ് റേഞ്ച് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ നിങ്ങൾ 7000 സീരീസ് ഉപയോഗിക്കുന്ന ആൾക്കാർക്കും 9000 സീരീസ് ഉപയോഗിക്കുന്ന ആൾക്കാർക്കും ഈ ഒരു മദർ ബോർഡ് ഞാൻ പ്രിഫർ ചെയ്യും. ഒരിക്കലും ഞാൻ MSIയെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ബ്രാൻഡിങ്ങോ കാര്യങ്ങളൊന്നും അല്ല. നോട്ട് എ സ്പോൺസേർഡ് വീഡിയോ അറ്റ് ഓൾ. ഓക്കെ, അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മെമ്മറി റാമിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ എയുടെ ഒരു ബൂമും കാര്യങ്ങളൊക്കെ വന്നു എന്നുള്ളത് കൊണ്ട് പലരും AIസിന് വേണ്ടി സിസ്റ്റംസ് പവർ ചെയ്യാനായിട്ട് റാമുകളും സ്റ്റോറേജുകളും കൂടുതലായിട്ട് വാങ്ങിക്കുന്നുണ്ട് കമ്പനീസ്. അതായത് കഴിഞ്ഞ വർഷം കൊടുത്ത ഓർഡേഴ്സ് എല്ലാം ഹൈനിക്സ്, അതേപോലെ തന്നെ മൈക്രോൺ, സാംസങ് ഇവരൊക്കെയാണ് ഈ ചിപ്പ് മാനുഫാക്ചർ ചെയ്യുന്ന റാമിൻ്റെ മെമ്മറിയുടെ. അപ്പോൾ ഈ മെമ്മറീസ് എല്ലാം അവരിൽ നിന്ന് ബൾക്ക് ഓർഡേഴ്സ് കൊടുത്തതുകൊണ്ട് റീറ്റെയിലിൽ അവൈലബിൾ അല്ല എന്നുള്ളൊരു ന്യൂസൊക്കെയാണ് പൊതുവേ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്നത്. ഇതിനെ മുതലെടുത്തുകൊണ്ട് തന്നെ പല ഡിസ്ട്രിബ്യൂട്ടേഴ്സും, അതായത് നാഷണൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടല്ലോ, ഈ റാമും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ബ്രാൻഡുകളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇൻ ഇന്ത്യ, അവർ പല രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു ഇതിനിടയിൽ മറ്റേ അരിക്കച്ചവടം ചെയ്യുന്നത് പോലെയാണ്. നമ്മൾ പുര കത്തുമ്പം വാഴ വെട്ടില്ലേ, അതേപോലത്തെ സെറ്റപ്പുകളൊക്കെയാണ് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, റാം വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രാഫിക്സ് കാർഡ് പർച്ചേസ് ചെയ്യണം, മദർ ബോർഡ് പർച്ചേസ് ചെയ്യണം എന്നീ പറയുന്ന കുറേ സ്കീമുകൾ ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട്. അതായത് ഒരു റാം വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു മദർ ബോർഡ് അല്ലെങ്കിൽ ഒരു ഗ്രാഫിക്സ് കാർഡ് നിങ്ങൾ വാങ്ങണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, ഒരു ഓൺ ആൻ ആവറേജ് നമ്മൾ ഒരു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു PC 50 PC ഒരു മാസം ബിൽഡ് ചെയ്യുന്ന ഒരാൾക്ക് 2 റാം വെച്ചിട്ടാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നതെങ്കിൽ ഓവറോൾ ഒരു 100 റാംസോളം വേണം. അപ്പം 100 റാം എടുക്കുമ്പോൾ 100 ഗ്രാഫിക്സ് കാർഡ് അല്ലെങ്കിൽ 100 മദർ ബോർഡ് എടുക്കണം എന്നുള്ള സാഹചര്യം വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വക കാര്യങ്ങൾ ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം കോവിഡ് സമയത്ത് പലതും അവൈലബിൾ അല്ല എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോഴത്തേക്ക് ഇതുപോലെ റേറ്റിൻ്റെ ഒരു ഹൈക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും
ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ കോവിഡ് കൈൻഡ് ഓഫ് സീനറിയോ തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അത് റാം അവൈലബിൾ അല്ല, വളരെ ലിമിറ്റഡ് സ്റ്റോക്സ് ആണ് റീറ്റെയിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അത് പലരും ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ഒരു 500 റാം ഉണ്ടെന്നുണ്ടെങ്കിൽ 250 വെച്ച് 2 ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ തീർന്നു, സ്റ്റോക്ക് ഈസ് ഔട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റേറ്റുകളിൽ നല്ല ഹൈക്ക് വന്നിട്ടുണ്ട്. വെറും 3000 രൂപ അല്ലെങ്കിൽ 3500 രൂപ റേഞ്ചിനകത്ത് വില വന്നിരുന്ന റാമുകൾക്ക് ഇന്നത്തെ വിലയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയായിരുന്നടാ റേറ്റ്? റാമിൻ്റെയൊക്കെ റേറ്റ് ഇപ്പോൾ വരുന്നത് 13, ഓക്കെ. 13,000-14,000 രൂപയോളം റാമിൻ്റെ റേറ്റ് വരുന്നുണ്ട്. അതായത് 3500 രൂപ റേഞ്ചിൽ കിടന്ന സാധനത്തിനാണ് ഈ പറഞ്ഞ 10,000 രൂപയുടെ ഗ്യാപ്പ് വന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റാമിന് വിലയുണ്ട്. അതേപോലെ തന്നെ ഇതെന്ന് കുറയുമെന്ന് പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്ന ആൾക്കാരോട് പറയാനാണ്, റാമിന് എന്ന് കുറയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോവിഡ് എന്ന് മാറി അല്ലെങ്കിൽ എന്ന് മാറും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരവില്ല. അത് ചിലപ്പോൾ 1 വർഷത്തിനാകാം, ചിലപ്പോൾ 2 വർഷമാകാം, ചിലപ്പോൾ മാറിയില്ലെന്നും വരാം. അതേപോലെ ഇപ്പോൾ ഇരിക്കുന്ന ഒരു ക്രൈസിസ് സിറ്റുവേഷൻ മാറണമെങ്കിൽ പ്രൊഡക്ഷൻ കൂടണമെങ്കിൽ ഡെഫിനറ്റ്ലി ചൈനയിലാണ് ഇതെല്ലാം മാനുഫാക്ചർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചൈനീസ് ന്യൂ ഇയർ കഴിയണം. ചൈനീസ് ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ ഫെബ്രുവരി സമയമാണ് ഡെഫിനറ്റ്ലി. അപ്പോൾ ഒരു മാർച്ച് ഏപ്രിൽ സമയമൊക്കെ ആകുമ്പോൾ ഒരു പക്ഷേ സ്റ്റോക്കും പ്രൊഡക്ഷനൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ടൈമിന് വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റേറ്റ് കുറഞ്ഞിരിക്കാം. നമുക്കൊരു പിക്ചർ ഉണ്ടാക്കി എക്സാക്റ്റ് ആയിട്ടൊരു ഡേറ്റ പറയാനായിട്ടില്ല. പക്ഷേ ഇങ്ങനൊരു സിനറിയാണ് ഉള്ളത്. ചൈനീസ് ന്യൂ ഇയർ കഴിയുമ്പോഴാണ് പ്രൊഡക്ഷൻ ഉണ്ടാവുന്നത്. കമ്പനീസ് എല്ലാ സമയത്ത് ഷട്ട് ഡൗൺ ചെയ്യും. അത് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഇതുപോലെ പ്രൊഡക്ഷൻ വരിക. അപ്പം വരുമ്പോൾ ഒരു പക്ഷേ റേറ്റ് കുറയുമായിരിക്കും. അപ്പോൾ കുറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റേറ്റ് കുറച്ച് കിട്ടും. പക്ഷേ ഇനിയിപ്പം ഫെബ്രുവരി മാർച്ചൊക്കെ കഴിയണമെന്നുണ്ടെങ്കിൽ നിയർലി ഒരു 5 to 6 മന്ത്സോളം എടുക്കുന്നുണ്ട്. ഈ 5-6 മാസം PC ഒന്നും ഉപയോഗിക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പോൾ നിങ്ങൾ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ നല്ല രീതിയിൽ നിങ്ങൾ കൺസൾട്ടേഷൻ, നമ്മുടെ ടീം ഇവിടെ ഉണ്ട്. അപ്പോൾ ആഷിക്ക് ലീവാണ് കേട്ടോ. അപ്പോൾ കൺസൾട്ടേഷൻ ടീമായിട്ട് സംസാരിച്ച് നിങ്ങളൊരു PC ബിൽഡൊക്കെ എടുക്കുമ്പോൾ നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് നിങ്ങളുടെ സ്പെക്കൊക്കെ ഒന്ന് ഇംപ്രവൈസ് ചെയ്ത് പറ്റുവാണെന്നുണ്ടെങ്കിൽ 32 GB എടുക്കാൻ ബഡ്ജറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 16 GB ഇപ്പോൾ തൽക്കാലം എടുക്കുക. എന്നിട്ട് ഫ്യൂച്ചറിൽ, അതായത് നിങ്ങൾക്ക് 16 GB ആവശ്യമേ ഉള്ളൂ, 32 GB നിങ്ങൾ ഫ്യൂച്ചർ പ്രൂഫിംഗ് ആക്കി വെക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ. അല്ലാതെ ഒരു അഡോബിൽ ഇപ്പോൾ റെൻഡർ ചെയ്യുന്ന അല്ലെങ്കിൽ വീഡിയോ റെൻഡറിങ്ങോ വീഡിയോ എഡിറ്റേഴ്സോ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ കാര്യമല്ല പറയണേ. നിങ്ങളൊരു ബേസിക് ബഡ്ജറ്റ് DDR5 നിങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ 16 GB നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് റാമിൻ്റെ റേറ്റ് കുറയുന്ന സമയത്ത് ഈ ഇതേപോലത്തെ സെയിം ഫ്രീക്വൻസിയുള്ള സെയിം മോഡൽസ് നിങ്ങൾക്ക് വാങ്ങിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് പർപ്പസ് 64 GB ഒക്കെ പർപ്പസിൽ ആവശ്യമാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. 64 GB സ്റ്റിക്ക് വാങ്ങുക. കുറച്ചധികം എക്സ്പെൻസീവാണ്, നല്ല എക്സ്പെൻസീവാണ്. അത് എന്നാലും ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് പർപ്പസ് അത് മീറ്റ് ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ അതേ ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ, ഇതുപോലത്തെ വീഡിയോസ് എസ്പെഷ്യലി നമ്മുടെ മോഡൽസും PC ബിൽഡിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ, നമ്മുടെ ചാനലിൽ ഇപ്പോൾ 64,000 സബ്സ്ക്രൈബേഴ്സ് എന്തോ സംതിങ് ഉണ്ട്. അപ്പോൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കാണുന്നത് എന്തെങ്കിലുമൊക്കെ കോണ്ടന്റ് നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടാണ്. അപ്പോൾ റീൽസ് ചെയ്ത് മാത്രം നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇനി കുറച്ചും കൂടെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള വീഡിയോസ് വരും, PC ബിൽഡിൻ്റെ അപ്ഡേറ്റുകൾ വരും, നമ്മളെ പറ്റിയുള്ള കാര്യങ്ങൾ വരും, ഇതുപോലത്തെ ന്യൂസുകൾ ഞാൻ പറയുന്നുണ്ടാവും. അതും ഇതുപോലെ റോ കട്ടുകളാണ്. കൂടുതൽ ട്രാൻസിഷൻസോ കൂടുതൽ ആഡംബരങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഗൈസ്, അടുത്തൊരു കിടിലൻ വ്ലോഗുമായിട്ട് വരുന്നവരെ സ്റ്റേ ട്യൂൺ.